പ്രധാനമന്ത്രി ഒരു ദിവസം അവധി എടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 2021 ഗുജറാത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷം താൻ അവധിയൊന്നും എടുത്തിട്ടില്ലെന്നാണ് നരേന്ദ്രമോദി ഒരിക്കൽ പ്രതികരിച്ചത്. ഇന്നലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP യോഗം തീർന്നത് ഇന്ന് പുലർച്ചെ 3:30-ക്കാണ്. യോഗത്തിനു ശേഷം പുലർച്ചെ 3:45 വസതിയിലെത്തിയ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ബീഹാറിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇതോടെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും കടമയും വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. 73-ാം വയസ്സിലും ചുറുചുറുക്കോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന നൈതികത എടുത്തു പറയേണ്ടതാണ്. കുറച്ചു നേരത്തെ ഉറക്കത്തിനു ശേഷം പ്രവർത്തിക്കാനും ഭരണപരമായ ചുമതലകൾക്കായി എനർജറ്റിക് ആകാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധേയമാണ്. മോദിയുടെ ഊർജവും അർപ്പണബോധവും പ്രശംസനീയമാണെന്നു മാത്രമല്ല മറ്റ് നേതാക്കൾക്ക് പ്രചോദനവുമാണ്. യോഗയും ചിട്ടയായ ദിനചര്യകളും കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് മോദി. ചുറുചുറുക്കോടെ നിശ്ചയദാർഢ്യമുള്ള മുഖവുമായി രാജ്യത്തെ നയിക്കുമ്പോൾ അതിനു പിന്നിൽ അദ്ദേഹം കാത്തുപരിപാലിക്കുന്ന ധാരാളം ശീലങ്ങളുണ്ട്. വെറും 3 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും എനർജറ്റിക് ആകുന്നതെന്ന് പലരുടെയും സംശയമാണ്. രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നയാളാണ് പ്രധാനമന്ത്രി മോദി. ജോലി എപ്പോൾ കഴിയുന്നോ അപ്പോഴാണ് ഉറങ്ങുന്നത്. 3 മുതൽ 4 മണിക്കൂറാണ് അദ്ദേഹം പരമാവധി ഉറങ്ങുന്നത്. രാവിലെ യോഗ നിർബന്ധമാണ്. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ലളിതമാണ്. വൈകിട്ട് ഒരു ചായ. രാത്രി ഭക്ഷണം സൂര്യാസ്തമനത്തിന് മുമ്പ് കഴിക്കും. ഒരുപാട് വായിക്കുന്ന ശീലമുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി. ചെറുപ്പത്തിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു. യാത്രകളിലെല്ലാം അദ്ദേഹം വായനയും ജോലിയും ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഉറങ്ങുകയുമില്ല, മറ്റു മന്ത്രിമാരെ ഉറങ്ങാൻ അനുവദിക്കുകയുമില്ലെന്ന് ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡു ഒരിക്കൽ പ്രധാനമന്ത്രിയെ തമാശ രൂപേണ പറഞ്ഞിരുന്നു. തിരക്കേറിയ ഷെഡ്യൂളിംഗ് കാരണം നരേന്ദ്രമോദി ഉറങ്ങുന്നത് വെറും 2 മണിക്കൂർ മാത്രമാണെന്നും ബാക്കി സമയം മുഴുവൻ രാജ്യത്തിനു വേണ്ടി ഉണർന്നിരിക്കുകയാണെന്നും മഹാരാഷ്ട്ര BJP ചീഫ് ചന്ദ്രകാന്ത് പട്ടേൽ മുൻപ് പറഞ്ഞിരുന്നു.